ഹായ് ഹലോ. സോ ഇപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇനി ഏതൊക്കെ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റുകളിലും ഓഡിറ്റ് പ്രോഗ്രാം എന്നൊരു ടോപ്പിക്കിനെ പറ്റി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബട്ട് ഈ കഴിഞ്ഞ ലാസ്റ്റ് ഏപ്രിൽ 2024 അറ്റംപ്റ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്ന് കണ്ടില്ല. അതിനർത്ഥം ഈ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾക്കത് വരാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തു നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഉറപ്പായിട്ടും ആ മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടി പോവാണ്. സോ ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റി ബേസിക് ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർ ടേക്ക് ഇറ്റ് ആസ് എ റിവിഷൻ ആൻഡ് ഇല്ല നിങ്ങൾക്കൊരു ലെക്ചർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാം നിങ്ങൾ പഠിച്ച നോട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക, വായിച്ച് നോക്കുക. സോ നിങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇനിയുള്ള ഒരു 10-15 മിനിറ്റ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, നമ്മൾ കീ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെല്ലാം കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ എത്താൻ പോകുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് നമ്മുടെ കീ വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചടപടയെന്ന് മാർക്സ് വീഴും. യെസ്, അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. സോ ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് എ റിട്ടേൺ പ്ലാൻ. അതൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നടത്തുക, അതിനെയാണ് നമ്മളൊരു പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാൻ ഉണ്ട്, അത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ബേസിക്കലി ഇതെന്താണ്, ഇതൊരു റിട്ടേൺ പ്ലാൻ ആണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും നോക്കാതെ എഴുതി വെച്ചോളാം, ഇറ്റ്സ് എ റിട്ടേൺ പ്ലാൻ. ആൻഡ് അതിനകത്ത് എന്തൊക്കെയുണ്ട്, എക്സാക്ട് ഡീറ്റെയിൽസ് വിത്ത് റിഗാർഡ് ടു ദ കണ്ടക്ട് ഓഫ് പർട്ടിക്കുലർ ഓഡിറ്റ്. ആ ഓഡിറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും. ഏതിനകത്തുണ്ടാവും, ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടാവും. യെസ്, അതിനകത്ത് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് സ്പെസിഫിക്കലി ഓരോ ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെറ്റാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാൻ ഓഫ് വർക്ക് ടു ബി ഡൺ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, പ്ലാൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ റിട്ടേൺ പ്ലാൻ, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഈച്ച് ഓഡിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്കത് വേറെ അഡീഷണലി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് മനസ്സിലായി എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഒരു റിട്ടേൺ പ്ലാൻ ആണ്. ഓരോ ഓഡിറ്റിന് വേണ്ടിയിട്ടും നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഈച്ച് ഓഡിറ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. എന്താണ് നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തത്, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് വർക്ക് ടു ബി ഡൺ. എന്താണ് ആ വർക്ക്, ഓഡിറ്റ് വർക്ക് അല്ലേ. ഓഡിറ്റ് വർക്ക് നടക്കേണ്ട ഓഡിറ്റ് വർക്കിൻ്റെ ഒരു എക്സാക്ട് പ്ലാൻ അല്ലെങ്കിൽ ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇറ്റ്സ് ഓഡിറ്റ് പ്രോഗ്രാം. വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ എഴുതാനുള്ള ഉത്തരവായില്ലേ. ഒരു 2 അല്ലെങ്കിൽ വേണമെങ്കിൽ 1 മാർക്കിനോ 1, 2 ആ ഒരു രീതിയിലുള്ള മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു തിയറി നമ്മൾ പഠിച്ചില്ലേ. ഇറ്റ്സ് എ റിട്ടേൺ പ്ലാൻ, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഈച്ച് ഓഡിറ്റ്. ഓരോ ഓഡിറ്റിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിലാണ്. ആൻഡ് ഇറ്റ്സ് എ പ്ലാൻ ഓഫ് വർക്ക് ടു ബി ഡൺ. ഓക്കെ, ദെൻ ഇനി ഡെഫിനേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ മീനിങ് എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ ഡെഫിനേഷൻ തന്നെ എഴുതണം. ഡെഫിനേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇത് നമുക്കൊരു ഒറ്റ സെൻറ്റൻസിലുള്ള ഡെഫിനേഷനാണ്, ഈസിയാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മീനിങ് പഠിച്ചില്ലേ, അത് തന്നെയാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്.
ഇവിടെ നമ്മൾ മീനിങ് പഠിച്ചപ്പോൾ റിട്ടൺ പ്ലാൻ ആണ്. ആ റിട്ടൺ പ്ലാൻ എന്താണ്, എങ്ങനെയായിരിക്കും, അത് ഡീറ്റെയിൽഡ് ആയിരിക്കും. ബട്ട് ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് വിത്ത് എ വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പം ഡെഫിനേഷനിൽ നമ്മൾ എന്താണ് പറയുന്നത്, വെൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പഠിച്ചില്ലേ, ഡെഫിനേഷൻ പഠിച്ചത് നമുക്കിപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. അതിനകത്ത് എന്തുണ്ട്, വെൽ ഡിറ്റർമൈൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഡെഫിനേഷൻ പഠിച്ചില്ലേ, ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ വിത്ത് വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓഡിറ്റ് വർക്ക്. ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതാനുള്ള ഉത്തരമായില്ലേ. സോ 1 മാർക്കിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഉത്തരം എഴുതി വെക്കുക, മാർക്ക് സ്കോർ ചെയ്യാം. യെസ്, ഇനി നമുക്ക് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്, ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഈസി വേ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് ഞങ്ങളുടെ കൺമുമ്പിൽ ഇവിടെ ഗ്രീനിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ, ആരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്, ആരാ പ്രിപ്പയർ ചെയ്യുന്നത്, ഓഡിറ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ മലയാളം അറിയാം പക്ഷേ എഴുതി വന്നപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, എങ്ങനെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിട്ടൺ ഫോർമാറ്റിലായിരിക്കും. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓഡിറ്റർ ആയിരിക്കും. എങ്ങനെയായിരിക്കും ഉള്ളത്, റിട്ടൺ ഫോമിലായിരിക്കും ഉള്ളത്. ആൻഡ് എപ്പോഴാണിത്, ബിഫോർ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആർക്കാണ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓഡിറ്റ് സ്റ്റാഫിനല്ലേ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, എത്ര സമയം എടുക്കും ഈ ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതിൻ്റെ ഡ്യൂറേഷൻ എവിടെയുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാമിലുണ്ട്. ആൻഡ് ഇത് ഫ്ലെക്സിബിൾ ആണ്, മറ്റൊരു ഫീച്ചറാണ് ഇത്, ഫ്ലെക്സിബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു മോഡിഫൈ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പാകത്തിന് നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫീച്ചേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓഡിറ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, റിട്ടൺ ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബിഫോർ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഉണ്ട്. ദെൻ എന്താണ്, ഡ്യൂറേഷൻ ഓഫ് ടൈം, എത്ര സമയം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഇത് എങ്ങനെയായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ വരുത്താൻ വേണ്ടിയിട്ട്. പോയിന്റ്സ് കിട്ടിയില്ലേ. സോ ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിന് നിങ്ങൾക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തെഴുതും, ആര്, എങ്ങനെ, എപ്പോ, എന്തൊക്കെ, ആൻഡ് ഫ്ലെക്സിബിൾ. യെസ്, ആര്, എങ്ങനെ, എന്ത്, എപ്പോ, എങ്ങനെയൊക്കെ, ഫ്ലെക്സിബിൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫീച്ചേഴ്സിലൂടെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, മീനിങ് പഠിച്ചു. ദെൻ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഇത് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോറി, എഗെയിൻ ഞാൻ ഓഡിറ്റിംഗ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓഡിറ്റിംഗ് അല്ല, ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, എന്തിനാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ടു എൻഷുർ, 2 കാര്യങ്ങൾ നമുക്ക് എൻഷുർ ചെയ്യണം. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഓഡിറ്റ് വർക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടില്ല, ഒരു പാർട്ട് ഓഫ് വർക്കും നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻഷുർ ചെയ്യണം. ആൻഡ്
പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ വർക്ക്സ് നമ്മൾ പ്രോപ്പറായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഓഫ് വർക്ക്. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെ എനിക്ക് ചെയ്യുന്നത്, ഓഡിറ്റ് സ്റ്റാഫ് ആയിരിക്കും. ഓരോ ഓഡിറ്റ് സ്റ്റാഫും എന്തൊക്കെ ഏത് രീതിയിൽ എപ്പോഴൊക്കെ എപ്പോഴാണ് അത് തീർക്കേണ്ടത്, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അതിലുണ്ടാവും. സോ ഓഡിറ്റിംഗ് എന്താണ്, ഓഡിറ്റിങ്ങിന്റെ ഡെഫിനിഷൻ, ഫീച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി ഓഡിറ്റിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്, എന്താണ് അടുത്തത് പഠിക്കാനുള്ളത്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ടൈപ്സ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്റ്റിങ്വിഷ്, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ബേസിക്കലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് പ്ലാൻഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ സ്കെൽട്ടൺ അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്നും പറയാം നമുക്ക്. പ്ലാൻഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ടൈലർ മെയ്ഡ്. അതിനകത്ത് എല്ലാ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും കൊടുത്തിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് സെറ്റപ്പ് ആയിരിക്കും. അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ടു ആൻ എക്സ്റ്റെൻഡ് എന്താണ് കുറവായിരിക്കും. പക്ഷേ സ്കെൽട്ടൺ അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് സ്കെൽട്ടൺ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിന് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, അതാണ് നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു 15 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നത് എങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് കീ ടേംസ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കി പോകാം. അപ്പം ബേസിക്കലി നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈസിയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. റിയൽ ഓഡിറ്റ് വർക്ക് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. റിയൽ ഓഡിറ്റ് വർക്ക് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. സിസ്റ്റമാറ്റിക് മാനറിൽ റിയൽ ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓരോന്നും കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫീച്ചേഴ്സിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്, ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം വർക്ക് നമുക്ക് അതുപോലെ കൺട്രോൾ ചെയ്യാനും, വർക്ക് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോരുത്തർക്ക് ആരോടാണോ റെസ്പോൺസിബിൾ ആവേണ്ടത് അത് റെസ്പോൺസിബിലിറ്റി ആ ഒരു ഹൈറാർക്കി നമുക്ക് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ ഗൈഡ് ലൈൻസ് ടു സ്റ്റാഫ്സിന് പ്രോപ്പർ ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞല്ലേ. യെസ്, അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. എന്താണ്, ഗൈഡ് ലൈൻസ് ആണ്, സ്റ്റാഫിന് ഓരോ ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ ഓഡിറ്റ് വർക്കിൻ്റെ പ്രോഗ്രസ് അറിയാനായിട്ട് പറ്റും. നോ അബൌട്ട് ദ പ്രോഗ്രസ് ഓഫ് എ വർക്കിൻ്റെ പ്രോഗ്രസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ. യെസ്. സോ ദെൻ യൂണിഫോമിറ്റി ഓഫ് വർക്ക്. ഇത്രയൊക്കെ കാര്യം ചെയ്താൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ യൂണിഫോമിറ്റി, ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. റിയൽ ഓഡിറ്റ് വർക്ക് സിസ്റ്റമാറ്റിക് മാനറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, വർക്ക് കൺട്രോൾ ചെയ്യുന്നു ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സ്റ്റാഫിന് എന്തുണ്ട്, ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. പ്രോഗ്രസ് അറിയാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ടൈമിൽ നമുക്ക് വർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ചെയ്യുന്ന വർക്ക് നമുക്ക് യൂണിഫോംലി കണ്ടക്ട് ചെയ്യാനായിട്ടും പറ്റും. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ കൂടെ ഉണ്ട്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ടൈപ്സ് പറഞ്ഞപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പ്ലാൻഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ആണ്. അതിൽ നമ്മൾ പറഞ്ഞു ടൈലർ മെയ്ഡ് ആണ്. അതിനകത്ത് ഫുൾ പ്രൊസീജിയേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് അതിനെയും എക്സിക്യൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ.
ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ റിജിഡിറ്റി ഓഫ് വർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? റിജിഡിറ്റി ഓഫ് വർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് കുറച്ച് എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഇൻവോൾവ് ചെയ്ത് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഓഡിറ്റ് സ്റ്റാഫിൽ നിൻ്റെ ഭാഗത്തു നിന്ന് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലുള്ള സ്കോപ്പ് കുറവായിരിക്കും. ഒരു മെക്കാനിക്കൽ നേച്ചറിലുള്ളതായിരിക്കും എന്താ ആ ഒരു ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓഡിറ്റേഴ്സ് ഇൻഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ കെയർലെസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീക്ക്നെസ് അവരെന്ത് ചെയ്യും? ഓഡിറ്റ് പ്രോഗ്രാമിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്ത് പറ്റിയത്, ഓഡിറ്റിങ്ങിൽ റിപ്പോർട്ടിൽ മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് പറയാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചു അല്ലേ? ഡിസഡ്വാൻറ്റേജസ് കുറച്ചുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അല്ലേ? ഇറ്റ്സ് റിട്ടേൺ പ്ലാൻ ആണ്, അല്ലെങ്കിൽ പ്ലാൻ ഫോർ വർക്ക് ടു ബി ഡൺ ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസഡ്വാൻറ്റേജസിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. സോ ഓവർകം ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കണം. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ഓവർകം ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അധികം അറ്റംപ്റ്റുകളിലൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ എക്സ്പെക്റ്റ് ഒരു 5 മാർക്കിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതും? ഒരു 5 മാർക്കിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതും? നമ്മൾ ഈ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവാം. സോ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഷുഡ് ബി ഡ്യൂലി കൺസൾട്ടഡ്. എപ്പോഴാണ്? ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഓഡിറ്റ് അസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം വൈൽ പ്രിപ്പയറിങ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോഴേ ഒരു ഓഡിറ്റ് പ്രോഗ്രാം, ആ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷൻ വെൽ ആൻഡ് സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാഫ് ഈ ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? അതൊരു ഗൈഡൻസ് മാത്രമാണ്. അവരുടേതായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇൻ്റലിജൻസ് അതിൽ യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ആര് മനസ്സിലാക്കിയിരിക്കണം? ഓഡിറ്റ് സ്റ്റാഫ് മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള അവയർനെസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. സോ ഫസ്റ്റ് എന്തായിരുന്നു? ഓഡിറ്റ് അസിസ്റ്റൻസിനെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാഫ് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത് എന്താണ്? ഒരു ഗൈഡൻസ് മാത്രമാണ്. അവർക്ക് അവരുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് അവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഓഡിറ്റർ വന്നിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ thoroughly നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യണം. ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വെൽ ആൻഡ് ഗുഡ് ആൻഡ് സൗണ്ട് ആണോ എന്നുള്ളത് നമ്മൾ റിവ്യൂ ചെയ്യണം. ആര് റിവ്യൂ ചെയ്യണം? ഓഡിറ്റർ റിവ്യൂ ചെയ്തിരിക്കണം. ആൻഡ് ഷാൽ ബി റിവ്യൂഡ് പീരിയോഡിക്കലി. എന്താണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്? ഈ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ റിവ്യൂവിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പീരിയോഡിക്കലി എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പീരിയോഡിക്കലി എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. പീരിയോഡിക്കലി നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം റിവ്യൂ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സർപ്രൈസ് ചെക്സ് ബൈ ആര്? ഓഡിറ്റ് സ്റ്റാഫ് ഔട്ട്സൈഡ് ദ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഓഡിറ്റ് സ്റ്റാഫ് എന്ത് ചെയ്യണം? ഇടയ്ക്ക് സർപ്രൈസ് ചെക്സ് ചെയ്യണം. സോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോസസ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് സർപ്രൈസ് ചെക്ക് എന്താണ്, ടെസ്റ്റ് ചെക്കിങ് എന്താണ്, റൂട്ടീൻ ചെക്ക് എന്താണ്, സ്പെഷ്യൽ ടിക്സ് എന്താണ്, ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുപോലെ അപ്പം അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ് സർപ്രൈസ് ചെക്ക് എന്നുള്ളത്. ഓക്കെ, നമുക്ക് തന്നെ അറിയാവുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾക്ക് പണ്ട് സ്കൂളിലേക്ക് നമ്മൾക്കിങ്ങനെ ഈ സർപ്രൈസ് ടെസ്റ്റ് നടത്താറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിലാണെങ്കിലും ചിലപ്പോൾ നടത്താറുണ്ടായിരിക്കാം. സർപ്രൈസ് ആയിട്ട് വന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തൊരു ടെസ്റ്റ് ഇടുക എന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഒരു ചെക്കിങ് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സർപ്രൈസ് ചെക്ക് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? നമുക്ക്
ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയായിരുന്നു എന്ന് റിപ്പീറ്റ് ചെയ്ത്, ഓഡിറ്റ് അസിസ്റ്റൻസിനെ കൺസൾട്ട് ചെയ്യണം എപ്പോഴാണ് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാഫ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്, അവരുടെ ഇൻ്റലിജൻസും ഇനിഷ്യേറ്റീവും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓഡിറ്റ് സ്റ്റാഫ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ റിവ്യൂ നടത്തണം. ആര്? ഓഡിറ്റർ തറോ റിവ്യൂ നടത്തണം ഓഫ് വാട്ട്? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ. ദെൻ നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാം പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം. ദെൻ ഫൈനലി സർപ്രൈസ് ചെക്ക് ഔട്ട്. നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫ് ഈവൻ ഓഡിറ്റ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ലാത്ത സർപ്രൈസ് ചെക്കുകളൊക്കെ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഒരു എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റാൻഡംലി എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആ ഒരു മാർക്ക് കളയാനേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2-ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓഡിറ്റ് പ്രോഗ്രാം. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വേറെ 2-3 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്പെഷ്യൽ ടിക്സ് എന്താണ്, അതുപോലെ തന്നെ റൂട്ടീൻ ചെക്കിംഗ് എന്താണ്, ടെസ്റ്റ് ചെക്കിംഗ് എന്താണ്, സർപ്രൈസ് ചെക്ക് എന്താണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓഡിറ്റ് ഇൻ ഡെപ്ത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും സർപ്രൈസ് ചെക്കും ഇതെല്ലാം പല ടൈമിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓഡിറ്റ് ഇൻ ഡെപ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എക്സ്പ്ലെയിൻ ഓഡിറ്റ് ഇൻ ഡെപ്ത് അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ആ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻറ്റേർണൽ കൺട്രോളിനെ പറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. ആൻഡ് മാത്രമല്ല നമ്മളുടെ ആ ഒരു ഇതിൽ എന്താണ് നമ്മളുടെ മൊഡ്യൂൾ 2-ൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് നമ്മളുടെ ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ കൺട്രോളും തമ്മിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോളും ഇൻറ്റേർണൽ ചെക്കും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഡിഫറൻസ് ബിറ്റ്വീനിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള തന്നിട്ടുള്ളത്. ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ മൊഡ്യൂൾ 2-ൽ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓഡിറ്റ് പ്രോഗ്രാം പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളത്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇൻറ്റേർണൽ ചെക്കിൽ വേരിയസ് ട്രാൻസാക്ഷൻസിൽ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസിൽ എങ്ങനെയാണ് ഇൻറ്റേർണൽ ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയേഴ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ നമുക്ക് റിയൽ ലൈഫായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ആ ഒരു ബിസിനസ് മൈൻഡോട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വളരെ നമ്മൾ പൊതുവേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന, പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ ക്ലിക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും അതിനകത്തുള്ളത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എനിവേ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കും. നിങ്ങൾ വെറുതെ ബോറടിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ അതുപോലത്തെ പോയിന്റ്സ് ഒക്കെ എടുത്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് വർക്ക് ആവും. കാരണം ബിക്കോസ് നിങ്ങൾക്കത് റിയലിസ്റ്റിക്കലി അറിയാവുന്ന പോയിന്റ്സ് ആണ്. സോ ആ പോയിന്റ്സിൻ്റെ പ്രത്യേകത അതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് വെച്ചിരിക്കുക. അത് കൂടാതെ ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ വെച്ചിരിക്കുക. സോ ഇതായിരുന്നു നമ്മളുടെ മൊഡ്യൂൾ 2 ആയ ഓഡിറ്റ് പ്രോസസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് ഇന്റേണൽ ചെക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് ഫോർ ഈ വരുന്ന നമ്മുടെ എക്സാമിന്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1-ന്റെ പ്രയോറിറ്റി ടോപ്പിക്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കവർ ചെയ്യാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഇതുപോലെയുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇത്തവണ ഷുവർ പാസ് അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുപോകാതെ കവർ ചെയ്യുക. ഈ വീഡിയോ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പോയിന്റ്സിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പോയിന്റ്സ് ആയിരിക്കാം. സോ നിങ്ങൾ മിസ് ചെയ്യാതെ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ